ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. 1.5 കിലോ ബാറ്ററാണ് ഉണ്ടാക്കിയത്. 1.5 കിലോ കേക്കാണ് അവർ ഓർഡർ ചെയ്തത്. അതിനുവേണ്ടി 2 8 ഇഞ്ച് റൗണ്ട് പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒട്ടിച്ച് ഓയിലൊക്കെ സൈഡിൽ പരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ പകുതിയായിട്ട് 2 പാത്രത്തിലും ഒഴിച്ച് എയർ ബബിളെല്ലാം കളഞ്ഞ് കുറച്ച് ഒരു 10 പ്രാവശ്യമൊക്കെ ടാപ്പ് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഒരു 175 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് 35-40 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുത്തതാണിത്. ഇത് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 8 ഇഞ്ചിൽ ബേക്ക് ചെയ്തത്. നമുക്കധികം ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 കിലോ കേക്ക് 9 ഇഞ്ച് റൗണ്ട് പാനിൽ സുഖമായിട്ട് ഉണ്ടാക്കാം. അതിന് അധികം ഹൈറ്റ് വരില്ല, കുറച്ചുകൂടി റൗണ്ട് വരും. ഇത് നന്നായി ചൂട് ആറിയതിന് ശേഷം നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി അതിൻ്റെ മീതെ ഒരു തിൻ ലെയർ ഉണ്ട്, ഒരു സ്കിൻ പോലെയുണ്ട്. അത് കളയണമെന്നില്ല. ഞാനത് കളഞ്ഞ് 2 ലെയറാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോ സ്പഞ്ചിൽ നിന്നും 2 ലെയർ വീതം എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 4 ലെയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. കേക്ക് നന്നായി ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് വെറ്റ് ചെയ്ത് പിന്നെ വിപ്പിംഗ് ക്രീം കൊടുത്ത് അധികം വിപ്പിംഗ് ക്രീം വേണ്ട എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായി. അത് കാരണം തിന്നായിട്ടേ വിപ്പിംഗ് ക്രീം കൊടുത്തിട്ടുള്ളൂ. വൈറ്റ് ഫോറസ്റ്റ് കേക്കായ കാരണം നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് ചെറിയും ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഫില്ലിങ് നമ്മൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ ലെയറും നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് ക്രീം കൊടുത്ത് ചോക്ലേറ്റും ചെറിയും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4ാമത്തെ ലെയറും വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് ക്രം കോട്ടിങ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കണം. കേക്ക് ഒന്ന് സെറ്റ് ആവണം. അതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത്. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഫൈനൽ കോട്ടിങ് കൊടുക്കാൻ പറ്റും. സെറ്റായില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും ഫൈനൽ കോട്ടിങ് കൊടുക്കാനായിട്ട്. നന്നായി ഫൈനൽ ക്രം കോട്ടിങ് കഴിഞ്ഞ് കേക്കിൻ്റെ ബേസൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് അരമണിക്കൂർ സെറ്റാവാൻ വേണ്ടി വെക്കേണ്ടത്. അരമണിക്കൂർ സെറ്റായ കേക്ക് എടുത്തിട്ട് പിന്നെ നമുക്കൊന്ന് ലാസ്റ്റത്തെ ഫിനിഷിംഗ് വർക്ക് ചെയ്യാം. അതിനു വേണ്ടി ബ്ലൂ കളറും ഗ്രീൻ കളറും 2 ഡ്രോപ്പ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ജെൽ കളറാണ് ആ ക്രീമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കളർ വന്നത്. രണ്ടും ഈ 2 ഡ്രോപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ക്രീം കൊടുക്കുമ്പോൾ നമ്മൾ സ്പഞ്ചിൽ ഡയറക്റ്റ് നൈഫ് തട്ടാതെ നോക്കണം. ക്രീമ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ, യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഈ വീഡിയോ ആർക്കെങ്കിലും കേക്ക് ഉണ്ടാക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്കും ചെയ്യണേ. വീഡിയോ നമ്മൾ സ്പീഡ് കൂട്ടി കാണിക്കണതാണ്. ഇതൊക്കെ പതുക്കെ പതുക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നൈഫും കേക്കും തൊട്ടില്ല എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ പതുക്കെ ക്രീം ഇങ്ങനെ വടിച്ചെടുക്കാനായിട്ട്. അത് വന്ന് എന്നിട്ട് ബേസ് നല്ല ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ പേരെഴുതി ഒരു ടോപ്പർ വെക്കുന്നുണ്ട്. ഒരു ഫോക്സ് ബോൾ മോഡലുള്ളൊരു ടോപ്പർ ഉണ്ട്. പിന്നെ ചെയ്യണത് ഗോൾഡൻ ലീഫ് അല്ല, ഒരു ബ്രാസ് കളറിലുള്ള ലീഫാണ് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ കേക്കിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ പിന്നെ മീതേക്കും കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് മുത്തും ഒരു ഫോക്സ് ബോളിൻ്റെ ഒരു ടോപ്പറും ആണ് വെച്ചിരിക്കുന്നത്. മുകളിൽ ആ ബ്രാസ് ലീഫ് കൊടുത്തപ്പോൾ അത് ഒരു ഭംഗി കുറവ് തോന്നി. പിന്നെ അത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അതൊന്നും മാറ്റിയില്ല. ഇതിൻ്റെ പാക്കിങ് കൂടി കാണിക്കുന്നുണ്ട്. ആ ബോള് അതുമ്മ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോക്സിൽ കൊള്ളാത്ത കാരണം അതിൻ്റെ മീതെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരോടും, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ യൂട്യൂബ് ചാനലുമായിട്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.